കേരളം സിന്ദാബാദ് 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 തെരുവുനായ വിമുക്ത കേരളം സിന്ദാബാദ് 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 തെരുവുനായ വിമുക്ത ഭാരതം സിന്ദാബാദ് വരുന്നു ഞങ്ങൾ തെരുവുനായ വിമുക്ത ഭാരതത്തിനായി തെരുവുനായ ശല്യത്തിനെതിരെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് കേരള സർക്കാർ ഉടനടി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. നെടുമ്പാശ്ശേരി റൈറ്റ് ബ്രദേഴ്സ് ഏവിയേഷൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിൽപ്പ് സമരം അങ്കമാലി രൂപത ഹൈറേഞ്ച് മേഖല ഭദ്രാസനാധിപൻ ഏലിയാസ് മാർ അത്തനാസിയോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളവും നമ്മുടെ രാജ്യവും അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒട്ടും ചെറുതല്ലാത്ത ഒരു പ്രയാസമാണ് തെരുവ് നായ്ക്കളെ കൊണ്ടുള്ളതായ ശല്യം. വാസ്തവത്തിൽ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ട്. പട്ടികളെയും മറ്റ് മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ പട്ടി മൂലമുള്ള തെരുവ് നായകൾ മൂലമുള്ള ശല്യം അത് അസഹനീയമാണ്. അതിലേറ്റവും സങ്കടകരമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എട്ടും പൊട്ടും തിരിയാത്ത കൊച്ചു കുട്ടികൾ ചെറിയ ക്ലാസ്സുകളിൽ പുറത്ത് ബാഗും തൂക്കി പോകുന്ന സമയത്ത് തെരുവ് നായ്ക്കൾ ഓടിച്ചിട്ട് കടിക്കുന്ന രംഗങ്ങൾ ടെലിവിഷനിൽ കൂടി അവർ കാണിക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ കാഴ്ച കാണുമ്പോൾ ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്കോ കണ്ണ് തെളിയുന്നില്ലേ എന്ന് പലപ്പോഴും ദുഃഖത്തോടെ ഈ രംഗം കാണാറുണ്ട്. ഇതുമാത്രമല്ല, ഈ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരുന്നില്ലാതെ കുട്ടികൾ പേവിഷബാധയേറ്റ് മരിക്കേണ്ടി വരുന്ന സാഹചര്യം അവനവന് വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രയാസവും ദുഃഖവും മനസ്സിലാകുകയുള്ളൂ. അന്യന് വരുമ്പോൾ ദൂരെ നിന്ന് കണ്ട് ഒരു സങ്കടം പറയാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അവനവന് വരുമ്പോൾ അവൻ ആത്മാർത്ഥമായി അതേക്കുറിച്ച് പ്രതികരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതുകൊണ്ട് തന്നെ തെരുവ് നായ്ക്കളെ വഴിയിൽ പാർപ്പിടമാക്കി അവരെ വളർത്താമെന്ന് ആരും ധരിക്കാതെ അവരെ ആവശ്യമായ നിലയിൽ ഒന്നുകിൽ അവരെ ഷെൽട്ടറിൽ അടയ്ക്കണം, അല്ലെങ്കിൽ തെരുവ് നായ്ക്കളെ കൊന്നുകളയണം. ഏതെങ്കിലും ഒരു തീരുമാനം ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ എടുത്ത് രാജ്യത്തിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ആവശ്യമായ സംരക്ഷണം, തെരുവ് നായ്കളിൽ നിന്നുള്ളതായ സംരക്ഷണം ഒരുക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് തലത്തിൽ തെരുവ് നായ്ക്കളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കളെ കൊന്നുകളഞ്ഞിരുന്നു എന്നുള്ളത് ആരും മറന്നുപോകരുത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കാറുകൾ ഉള്ള ആളുകൾക്ക് അതിൻ്റെ ദുരാവസ്ഥ അറിയില്ല. സൈക്കിളിലോ സ്കൂട്ടറുകളിലോ നടന്നോ പോകുന്ന ആളുകൾ ഇതിൻ്റെ പ്രഹരങ്ങളേറ്റ് കടിയേറ്റ് മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ തീർച്ചയായും നമ്മുടെ രാജ്യം, ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട കാലം കഴിഞ്ഞു. നിയമാവലികൾ രൂപപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട കോടതികളിൽ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വിധിയുണ്ടായിട്ടുണ്ട്. ആ വിധി എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയില്ല എന്ന് ചില മന്ത്രിമാർ പറയുന്നു. നടപ്പാക്കാൻ കഴിയാൻ ബുദ്ധിമുട്ടാണ് ചില മന്ത്രിമാർ പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കാനിടയായി. വാസ്തവത്തിൽ അതല്ല അതിന് ഉത്തരം. തെരുവ് നായ്ക്കളെ പ്രാദേശിക തലത്തിൽ നേതൃത്വം ഇടപെട്ട് അതിനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് ആവശ്യമായിരിക്കുന്നത്. അതുവഴിയായിട്ട് നമ്മുടെ കുട്ടികൾ, സമൂഹം തെരുവ് നായ്ക്ക ശല്യത്തിൽ നിന്ന് രക്ഷ കൊടുക്കേണ്ടത് രാജ്യത്തിലെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്വമാണ്. വരുന്നു ഞങ്ങൾ തെരുവുനായ വിമുക്ത ഭാരതത്തിനായി വരുന്നു ഞങ്ങൾ തെരുവുനായ വിമുക്ത കേരളത്തിനായി വരുന്നു ഞങ്ങൾ സിന്ദാബാദ് സിന്ദാബാദ് തെരുവുനായ വിമുക്ത ഭാരതം സിന്ദാബാദ് തെരുവുനായ വിമുക്ത കേരളം സിന്ദാബാദ്.
തെരുവ് നായ്ക്കൾക്കെതിരെ ശബ്ദമുയർത്തുന്ന, അദ്ദേഹം പറഞ്ഞത് കടിക്കുന്ന നായ എന്ന്. കടിക്കുന്ന നായ ഈ തെരുവ് നായ്ക്കളെല്ലാം കടിക്കും, കശപ്പേറിയാൽ മനുഷ്യനെ ഉപദ്രവിക്കും. അതിനെതിരെ ശബ്ദമുയർത്തുന്ന ബഹുമാനപ്പെട്ട ശ്രീ ജോസ് മാവേലി, ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അനുമോദിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടാനുള്ളത്. നാടിൻ്റെ ആവശ്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭരണാധികാരികൾ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തെരുവ് നായ്ക്കളെ മുഴുവനായിട്ട് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ചിലർ പറയുന്നത് മാധ്യമങ്ങളിൽ കൂടി ഞാൻ നേരിട്ട് കേട്ടതാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, വിഷബാധയ്ക്ക് എതിരായുള്ള അതിൻ്റെ വാക്സിൻ ഇന്ന് കൃത്യമായിട്ടുണ്ടോ എന്ന് സംശയിക്കണം. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ കുട്ടികൾ വിഷബാധയേറ്റ് മരിക്കാനിടയാകുന്നു? ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. അത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പലരിൽ നിന്നും കേൾക്കാനിടയാകുന്നത് വിഷബാധയുടെ വാക്സിൻ്റെ കമ്മീഷൻ പറ്റുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുമായിരുന്നേനെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി മുഖ്യപ്രഭാഷണം നടത്തി. തെരുവു നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണം എന്ന സുപ്രീം കോടതി ഉത്തരവ് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി മനുഷ്യരുടെ സ്വൈര ജീവിതം ഉറപ്പുവരുത്തണമെന്ന് ജോസ് മാവേലി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരമുറകളുമായി രണ്ടാം വിമോചന സമരം പുനരാരംഭിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ സഹകരണത്തോടെയാണ് സമരം സംഘടിപ്പിച്ചത്. തെരുവുനായ്ക്കളുടെ ആക്രമണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നല്ലൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ വിധിയിൽ പറയുന്നത് 2 ആഴ്ചയ്ക്ക് തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് ഓരോ സർക്കാരുകളും ഓരോ സംസ്ഥാനത്തുള്ള സർക്കാരുകളും പെട്ടെന്ന് തീരുമാനം എടുക്കണം ഈ തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കാൻ വേണ്ടി. അതിനുള്ള തീരുമാനം ഇവരെടുക്കുന്നില്ല. ഇതിനു മുമ്പ് ഇവിടെ നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞുകൊണ്ടിരുന്നത് തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കാനായിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ സുപ്രീം കോടതി വിധി അത് ശരിയല്ല, തെരുവുനായ്ക്കളെ വീണ്ടും കൊണ്ട് തെരുവിലേക്ക് തന്നെ ഇടണമെന്നാണ് പറയുന്നത്. അവർക്ക് വന്ധീകരണം നടത്തിയിട്ട്. അതേസമയം ഇപ്പോൾ വിധി വന്നിരിക്കുകയാണ്, തെരുവുനായ്ക്കളെ എത്രയും പെട്ടെന്ന് ഷെൽട്ടറാക്കണം, വന്ധീകരിച്ചുകൊണ്ട് ഷെൽട്ടറാക്കണം എന്ന് പറഞ്ഞ വിധി വന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇതിനൊരു ആക്ഷൻ എടുക്കാത്തത്? ഇപ്പൊ മന്ത്രി രാജേഷ് പറയുന്നത് എന്താണ്? തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്, നമുക്കിവിടെ സ്ഥലമില്ലെന്ന്. അങ്ങനെ സ്ഥലമില്ലാന്ന് പറഞ്ഞ് കൈ കഴുകാൻ വേണ്ടത്? ഇവർ തട്ടുത്തരം പറയല്ലേ? അപ്പൊ ഇവരെ മനസാക്ഷി എന്താണ്? ഈ പാവപ്പെട്ട ജനങ്ങൾ മുഴുവൻ പട്ടികടിച്ച് ചാവണമെന്നാണോ? ഇത് വളരെ തെറ്റാണ് അവർ ചെയ്യണത്. അതുകൊണ്ട് ഇവിടെ ജനങ്ങളെല്ലാവരും ഒന്നിക്കണം, ഒരു വിമോചന സമരത്തിലേക്ക് പോകണം. അതോടൊപ്പം തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ച് ഇതിന് അടിയന്തരമായി ഒരു തീരുമാനം എടുക്കണം. ഈ തെരുവ് പട്ടികളെ മുഴുവനും ഇവിടെ ഷെൽട്ടറാക്കാനുള്ള പരിപാടി കണ്ടെത്തണം. വേണമെങ്കിൽ ഇവിടെ വനപ്രദേശത്തിൽ കൊണ്ടുപോയി അവിടെ ഡോഗ് പാർക്കുകൾ സൃഷ്ടിക്കുക, എന്തുവേണം ചെയ്തിട്ട് തെരുവ് പട്ടികളെ മുഴുവനും ഇവിടുന്ന് മാറ്റണം, അടിയന്തരമായി മാറ്റണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് സേവ്യർ പാലാട്ടി, ജോമോൻ മംഗലി, വർഗീസ് പള്ളിക്കരക്കാരൻ, അക്കാദമി അധ്യാപകരായ ചിമ്മു ആകാശ്, രാജേഷ് സി കൃഷ്ണൻ, ജോണി കെ ജി, വിദ്യാർത്ഥി പ്രതിനിധികളായ സാനിയ ഷാജി, ജിബിൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പൗര ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.